ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിക്കോസ് കസാൻസാക്കിസിന്റെ സോർബ ദി ഗ്രീക്ക് എന്ന പ്രശസ്ത നോവലിൽ അലക്സിസ് സോർബ എന്ന കഥാപാത്രം എഴുത്തുകാരനോട് പറയുന്ന ഒരു ഉപദേശ കഥയുണ്ട്. കാക്കകളുടെ നടപ്പിനെക്കുറിച്ചുള്ള ഒരു കഥയാണത്. കാക്ക ഒരിക്കൽ പ്രാവിനെ ശ്രദ്ധിച്ചു നോക്കി. എത്ര മനോഹരമായാണ് പ്രാവ് നടക്കുന്നത്. തൻ്റെ നടപ്പ് ഒട്ടും ഭംഗിയില്ലെന്ന് കാക്കയ്ക്ക് തോന്നി. കാക്കയുടെ ഉള്ളിൽ അപ്പോൾ ഒരു ആഗ്രഹം ഉരുത്തിരിഞ്ഞു. ഞാനും പ്രാവിനെ പോലെ സുന്ദരമായി നടന്നാൽ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുമല്ലോ. ആ ചിന്ത കാക്കയുടെ ഹൃദയത്തിൽ വേരൂന്നി. അന്നു മുതൽ കാക്ക പ്രാവിൻ്റെ നടപ്പ് പഠിക്കാൻ തുടങ്ങി. പ്രാവിനെ പോലെ നടക്കാൻ വേണ്ടി കാക്ക ദിവസങ്ങളോളം പരിശീലിച്ചു. അവസാനം കാക്ക വിജയിച്ചുവെന്ന് തോന്നി. വലിയ ആവേശത്തോടെ കാക്ക തിരികെ വന്നു. താൻ പഠിച്ചെടുത്ത നടത്തം എല്ലാവരെയും, പ്രത്യേകിച്ച് തൻ്റെ ഇണയായ പെൺകാക്കയെയും കാണിക്കണമെന്ന് അവൻ തീർച്ചപ്പെടുത്തി. കാക്ക നടന്നു തുടങ്ങി. ആദ്യത്തെ ചുവട് മനോഹരം, രണ്ടാമത്തെ ചുവട് സുന്ദരം. പക്ഷേ മൂന്നാമത്തെ ചുവട് വെച്ച നിമിഷം കാക്കയുടെ മനസ്സ് ശൂന്യമായി. ആ പ്രാവിൻ്റെ നടപ്പ് അത് മറന്നുപോയി. ആ നടപ്പ് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ സ്വന്തം പഴയ കാക്കയുടെ നടപ്പും ഓർമ്മിക്കാൻ കഴിഞ്ഞില്ല. അതോടെ ആ കാക്ക ആശയക്കുഴപ്പത്തിലായി. കാക്കയ്ക്ക് എങ്ങനെ നടക്കണമെന്ന് പോലും അറിയില്ലാതായി മാറി. അങ്ങനെ നാളുകളോളം ആ കാക്ക ചാടി വഴുതി വീണ് ജീവിതത്തിൽ തന്നെ നടക്കാൻ മറന്ന ഒരു പക്ഷിയായി മാറി. അങ്ങനെയാണത്രേ കാക്കകൾ ചാടി നടക്കുന്ന ശീലം തുടങ്ങിയത്. പലരും ജീവിതത്തിൽ ഈ കാക്കയെ പോലെയാണ്. ജീവിതത്തിൽ ധാരാളം കഴിവും സാമർഥ്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കണ്ടാൽ അത് സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് അതിൻ്റെ പിന്നാലെ പോകും. അവസാനം അത് നേടാൻ സാധിക്കുകയുമില്ല, ഉള്ളത് നഷ്ടമാവുകയും ചെയ്യും. സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തവരാണ് ഇപ്രകാരം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാനും അനുകരിക്കാനും ശ്രമിക്കുന്നത്. എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ. അപ്പോൾ അഭിമാനിക്കാനുള്ള വക അവന് തന്നെയായിരിക്കും, മറ്റുള്ളവരിലായിരിക്കില്ല എന്ന് ഗലാത്യർ 6:4 പറയുന്നു. സ്വന്തം കഴിവ് തിരിച്ചറിയുക എന്നതാണ് നാം ഒക്കെ ആദ്യം ചെയ്യേണ്ട കാര്യം. ജീവിതത്തിൽ ദൈവം നൽകിയ കഴിവുകളെ മറന്ന് മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ നോക്കി തങ്ങളിലെ അപാകതകൾ മാത്രം എണ്ണുന്നത് ഒരിക്കലും ശുഭകരമല്ല. ദൈവം ഒരാളെയും മറ്റുള്ളവരുടെ പകർപ്പായി സൃഷ്ടിച്ചിട്ടില്ല. ഓരോ മനുഷ്യനും അതുല്യമായൊരു സൃഷ്ടിയാണ്. ആ സൃഷ്ടി മോശമായിട്ടല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാം നല്ലതായി ദൈവം കണ്ടിരിക്കുന്നു. നമ്മുടെ കഴിവും സാമർഥ്യവും വിവേകവും എല്ലാം തിരിച്ചറിഞ്ഞ് സ്വയം വളരുന്നവരായി തീരുക എന്നതാണ് നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യം. ദൈവം തന്നിരിക്കുന്ന കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് സ്വയം വളരുന്നവരായി തീരാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആശകളും എൻ പ്രതീക്ഷകളും അർപ്പണം ചെയ്യുന്നു നിൻ സവിധേ. ആശകളും എൻ പ്രതീക്ഷകളും അർപ്പണം ചെയ്യുന്നു നിൻ സവിധേ. നിൻ ഹിതമെൻ ജീവിതത്തിൽ പൂർണ്ണമാക്കാൻ കൃപയിടണേ. നിൻ ഹിതമെൻ ജീവിതത്തിൽ പൂർണ്ണമാക്കാൻ കൃപയിടണേ. താലന്തുകൾ സർവം ദാനമായി നൽകി ജീവനെ വാർത്തതാ. നാഥാ നിൻ തിരുപാതയേകാം കാണിക്കയായ എൻ്റെ സർവസ്വവും. താലന്തുകൾ സർവം ദാനമായി നൽകി ജീവനെ വാർത്തതാ. നാഥാ നിൻ തിരുപാതയേകാം കാണിക്കയായ എൻ്റെ സർവസ്വവും. സ്വർഗത്തിലേക്ക്